നമസ്കാരം. നമ്മളെ സഞ്ജീവനിയിലെ പച്ചക്കറി തോട്ടത്തിലാണുള്ളത് കേട്ടോ. നമ്മളിവിടെ പേഷ്യൻസിന് കൂടുതലും നമ്മളിവിടെ ഉണ്ടാകുന്ന പച്ചക്കറികൾ തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രണ്ടാമത് ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യം ഒരു സീസൺ കൃഷി ചെയ്തു, അത്യാവശ്യം എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു സെക്കൻഡ് ട്രിപ്പിൽ നമുക്ക് വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്കായ ഒന്ന് പൊട്ടിക്കാമെന്ന് കരുതി. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് വെണ്ടക്കായ, പയറ്, തണ്ണിമത്തൻ ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇന്ന് വെണ്ടക്കായയുടെ വിളവെടുപ്പാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇവിടെ വേറെ വളങ്ങളൊന്നും ചേർക്കുന്നില്ല. നമുക്കിവിടെ ഗോമൂത്രവും ചാണകവും മാത്രമാണ്, ജൈവമായിട്ട് തന്നെ കഴിയുന്നത്ര മറ്റ് കെമിക്കൽസ് ഒന്നും ചേർക്കാണ്ട്. കെമിക്കൽസ്, രാസവളങ്ങളൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ വിളവ് കുറച്ച് കുറവായിരിക്കാം, കീടങ്ങൾ ഉണ്ടാവാം. എന്നിരുന്നാലും കൊടുക്കുന്ന ഭക്ഷണത്തിൽ മായം ഇല്ലാണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒന്ന് വിളവെടുക്കുകയാണ്. ജസ്റ്റ് ഒന്നെല്ലാം കാണാം. നമ്മൾ സാലഡ് കുക്കുംബറാണ്. അപ്പൊ അത് ഏകദേശം പാകമായിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല അത്യാവശ്യം വേണ്ട ഒരു സൈസൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഇതിന്റെ തോലോട് കൂടി തന്നെ കഴിക്കാൻ പറ്റും. കഴിയുന്നതും പച്ചക്കറികളുടെയൊക്കെ ഔട്ടർ പീലിംഗ് എന്ന് പറയുന്നത് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ മരുന്നടിച്ച് കിട്ടുന്നത് കാരണം പലതും കഴിക്കാറില്ല. പക്ഷെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ്. കൊടുക്കുമ്പോഴും നമുക്കൊരു സന്തോഷമാണ്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷം. നമ്മുടെ അത്യാവശ്യത്തിനുള്ളത് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കഴിയുന്നതും ഫ്രഷ് ആയിട്ട് തന്നെ പൊട്ടിക്കാറാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ ഒന്ന് പുറത്തേക്കും കൊടുക്കാനുള്ള പച്ചക്കറി ഉണ്ടാവാറുണ്ട്. അതാരെങ്കിലും ഒക്കെ വരുമ്പോൾ, യോഗയ്ക്കൊക്കെ വരുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ തരത്തിൽ അത്യാവശ്യം വേണ്ടതൊക്കെ കൊടുക്കാറുണ്ട്. ഇനി തണ്ണിമത്തൻ നമുക്ക് ഏകദേശം പാകമായി വരുന്നുണ്ട്. അപ്പോൾ തണ്ണിമത്തൻ ഉണ്ടാകുമ്പോഴും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കൊടുക്കാറുള്ളത്. തണ്ണിമത്തനിലൊക്കെ പലതും ഇഞ്ചെക്ട് ചെയ്ത് കയറ്റിയിട്ടൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നത് കാരണം പലരും കഴിക്കാത്തൊരു ഫ്രൂട്ടാണ്. പക്ഷേ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ലൊരു ഡയൂറിറ്റിക്ക് കൂടിയൊക്കെയാണ്. അപ്പോൾ തണ്ണിമത്തനൊക്കെ ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ചെറിയൊരു സൈസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സഞ്ജീവനിയിൽ നമ്മൾ കഴിക്കുന്നതും സ്റ്റാഫുകൾ കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്നതുമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. കഴിയുന്നത്ര കെമിക്കൽ ഫ്രീ ആയിട്ടിരിക്കുക, ഓർഗാനിക് ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.